നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ബ്രെഡ് സ്വീറ്റിന്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ കുറഞ്ഞ സമയത്തിൽ നമുക്ക് വീട്ടിൽ റെഡിയാക്കി എടുക്കാം. അപ്പോൾ എന്തെങ്കിലും വിശേഷ ദിവസങ്ങളിലൊക്കെ സെർവ് ചെയ്യാൻ നല്ല സ്പെഷ്യൽ ആയിട്ടുള്ള ഒന്നാണിത്. എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഇന്ന് ഈ ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ റെസിപ്പീസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തായി കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും അതിൻ്റെ കൂടെ ഓപ്പൺ ആയി വരുന്ന ബോക്സിൽ ഓൾ എന്ന് ടിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഈ ഒരു പുഡിംഗ് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ബ്രെഡാണ്. അപ്പോൾ ഞാനിവിടെ സാധാരണ നമ്മുടെ വൈറ്റ് ബ്രെഡ് തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇതുപോലുള്ളൊരു 4 പീസാണ് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഇത് കുറച്ച് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് നമുക്കൊന്ന് മുറിച്ചിടാം. അപ്പോൾ കൈ വെച്ചിട്ട് തന്നെ ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുത്താൽ മതി. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബ്രെഡ് ഒരു മിക്സിയുടെ ജാറിനകത്തോട്ടേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ്. അപ്പോൾ നിങ്ങൾക്ക് പഞ്ചസാരക്ക് പകരം വേണമെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഇതിലോട്ട് നമുക്ക് പാല് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കപ്പ് പാലാണ്. അപ്പോൾ ഫുൾ ക്രീമായിട്ടുള്ള പാൽ തന്നെ ഉപയോഗിക്കാൻ നോക്കുക. അതായത് നമ്മൾ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കരുത്. അപ്പോൾ 250 ml കപ്പിന് 1 കപ്പ് പാലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇനി ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കാം. ഇത് അടിച്ചെടുക്കുന്ന സമയത്ത് കണ്ടില്ലേ, അത്യാവശ്യം തരികളൊന്നും ഇല്ലാത്ത രീതിയിൽ തന്നെ അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നോക്കാം. ഇനി നമുക്കിത് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഇനി ഒരു പാത്രത്തിനകത്തോട്ടേക്ക് ഞാനൊരു 2.5 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 250 ml കപ്പിന് 2.5 കപ്പാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ചൈന ഗ്രാസ്, അഗർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇതുപോലെ വാങ്ങിക്കാൻ കിട്ടും. 10 ഗ്രാമാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ 10 ഗ്രാമിൻ്റെ തന്നെ ഒരു പാക്കറ്റാണ്. അപ്പോൾ അതാണ് നമ്മളിനി ഇതിനകത്തോട്ടേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ചൈന ഗ്രാസ് ഒന്ന് പെട്ടെന്ന് അലിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതൊന്ന് മുഴുവനായിട്ട് ഇതിനകത്തോട്ടേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് മധുരത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ ബ്രെഡ് അടിച്ചെടുക്കുന്ന സമയത്ത് ഒരു 5 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഞാനൊരു 1/2 കപ്പിനടുത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് അത് അഡ്ജസ്റ്റ് ചെയ്യാം. കണ്ടൻസ്ഡ് മിൽക്കൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ പഞ്ചസാരയുടെ അളവ് ഒന്ന് നന്നായിട്ട് കുറച്ചാൽ മതി. അപ്പോൾ അതുകൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഈ ചൈന ഗ്രാസ് ശരിക്കും വെള്ളത്തിലൊന്ന് അലിയിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നല്ലതുപോലെ ഒന്ന് അലിഞ്ഞ് വന്നതിന് ശേഷം നമുക്ക് ബ്രെഡിൻ്റെ മിക്സ് ഇതിനകത്തോട്ടേക്ക് ചേർത്ത് കൊടുക്കാം. ചൈന ഗ്രാസ് നല്ലതുപോലെ അലിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബ്രെഡിൻ്റെ മിക്സ് ഇതിനകത്തോട്ടേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളത് ഫ്ലെയിം നല്ലതുപോലെ കുറച്ച് വെക്കുക, അതിന് ശേഷം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ബ്രെഡിൻ്റെ മിക്സ് ചേർത്തതിന് ശേഷം ഇതുപോലെ വിസ്കോ അതല്ലെങ്കിൽ സ്പൂണോ ഉപയോഗിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇനി നമ്മൾ തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ചൂടായി കിട്ടിയാൽ മാത്രം മതി. അപ്പോൾ ഒന്ന് ചെറുതായിട്ട് ചൂടാകുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാവുന്നതാണ്. ഈ ഒരു സമയത്ത് തന്നെ ഇതിലോട്ട് നമുക്ക് ബട്ടർ ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ വളരെ കുറച്ച് മതി, ഒരു ടേബിൾ സ്പൂണിനടുത്തൊക്കെ ബട്ടർ ചേർത്ത് കൊടുക്കാം. ഇത് ഞാൻ വീട്ടിൽ തന്നെ റെഡിയാക്കിയിട്ടുള്ള ബട്ടറാണ്. അപ്പോൾ ബട്ടറിൻ്റെ റെസിപ്പി വേണമെന്നാണെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് ഒന്ന് നോക്കിയാൽ മതി, അതിനകത്ത് ലിങ്ക് കൊടുക്കാം. അപ്പോൾ ബട്ടർ ഇതിനകത്തൊന്ന് മെൽറ്റായി ചേർന്ന് കഴിഞ്ഞ പാടെ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് ഉള്ളത്. ഇനി നമുക്കിതെങ്ങനെയാണ് സെറ്റ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ പുഡിംഗ് ഒന്ന് സെറ്റ് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3 ബൗളാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മിക്സ് 3 ബൗളിനകത്ത് ഏകദേശം ഒരേ ലെവലിൽ വരുന്ന രീതിയിൽ നിങ്ങളൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കുറച്ചുകൂടി ഭംഗിയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിൽ ചെയ്ത് കാണിക്കുന്നത്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ സ്റ്റെപ്പൊക്കെ ഒഴിവാക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ പാത്രത്തിനകത്തോട്ടേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ 3 ബൗളിലോട്ടേക്കും ഞാൻ ഇതുപോലെ ആ ബ്രെഡിൻ്റെ മിക്സ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ടേക്ക് എസൻസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എസൻസ് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഫ്ലേവർ വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ ആദ്യത്തെ ഒരു ബൗളിനകത്തോട്ടേക്ക് ഞാൻ ഒരു ഇത്തിരി വാനില എസൻസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഏകദേശം ഒരു 1/2 ടീസ്പൂണിനടുത്തൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി അടുത്ത ബൗളിനകത്തോട്ടേക്ക് ഞാൻ ഇത്തിരി ഫുഡ് കളറാണ് ഉപയോഗിക്കുന്നത്. ഞാനിപ്പോൾ റോസ് പിങ്ക് ഫുഡ് കളറാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ഉപയോഗിക്കാം. ഇനി കളർ വേണ്ടാന്നാണെങ്കിൽ ആ സ്റ്റെപ്പ് അങ്ങ് ഒഴിവാക്കാം. വളരെ കുറച്ച് നമുക്ക് ഇതിനകത്തോട്ടേക്ക് ആഡ് ചെയ്യാം. ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ അടുത്ത ബൗളിനകത്തോട്ടേക്ക് 1 ടീസ്പൂണിനടുത്ത് കൊക്കോ പൗഡർ ചേർത്തിട്ട് അതുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം.
ഇനി ഇത് നമുക്ക് എങ്ങനെയാണ് സെറ്റ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ഇനി ഇത് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പുഡിംഗ് ട്രേ ഒന്നല്ല ഉപയോഗിക്കുന്നത്. നമ്മുടെ വീട്ടിലുള്ള സാധാരണ പ്ലേറ്റ് ഉണ്ടാവില്ല, അത്യാവശ്യം കുഴിയുള്ള ഇതുപോലുള്ള ഒരു സ്റ്റീലിൻ്റെ പ്ലേറ്റ് എടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ നല്ല സ്റ്റൈലുള്ള പുഡിംഗ് ട്രേ ഒക്കെ ഉണ്ടെങ്കിൽ അത് തന്നെ ഉപയോഗിക്കുക. അപ്പോൾ കുറച്ചുകൂടി നല്ല ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ റെഡിയാക്കി ഇരിക്കുന്ന ബ്രെഡിൻ്റെ മിക്സ് ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ആദ്യം നമ്മൾ ജസ്റ്റ് വാനില എസൻസ് മാത്രം ചേർത്തിട്ടുള്ള ആ ഒരു ലെയർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് കൊക്കോ പൗഡറിൻ്റെ മിക്സ് ഉള്ളത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് മൂന്നാമത്തെ ലെയർ നമ്മൾ പിങ്ക് കളർ ചേർത്ത് കൊടുത്തിട്ടുള്ള ആ ഒരു മിക്സ് കൂടി ഇതിൻ്റെ മുകൾ ഭാഗത്തുകൂടി ഒഴിച്ചു കൊടുക്കാം. ഒരു സ്റ്റിക്കോ അതല്ലെങ്കിൽ ഇതുപോലുള്ള കത്തിയുടെ സൈഡൊക്കെ വെച്ചിട്ട് ഇതുപോലെ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും രീതിയിൽ കണ്ടില്ലേ, ഇതുപോലെ ഒന്ന് ലൈൻസ് ഇട്ട് കൊടുക്കുക. ഒന്ന് നല്ലൊരു ഡിസൈനായിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ മുകൾ ഭാഗം കാണാൻ കുറച്ചുകൂടി നല്ല ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാനൊരു ഇത്തിരി പിങ്ക് ഫുഡ് കളർ കൂടി ഇതിൻ്റെ മുകൾ ഭാഗത്ത് കുറച്ച് ഡ്രോപ്സ് ആയിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഓപ്ഷണലാണ് കേട്ടോ, നിങ്ങൾക്ക് കാണാനുള്ള ഭംഗിക്ക് വേണ്ടി മാത്രം ചെയ്യുന്നതാണ്. അതിൻ്റെ കൂടെ തന്നെ ഞാനൊരു 2-3 ഡ്രോപ്സ് ലെമൺ യെല്ലോ ഫുഡ് കളർ കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഈ കത്തിയുടെ സൈഡ് ഭാഗം വെച്ചിട്ടോ അതല്ലെങ്കിൽ ജസ്റ്റ് നിങ്ങൾ സ്റ്റിക്കോ എന്തെങ്കിലും വെച്ചിട്ട് നിങ്ങളുടെ കയ്യിലുള്ള സ്റ്റിക്കോ ഫോർക്കോ എന്തെങ്കിലും വെച്ച് ഇതുപോലെ ഒന്ന് ഡിസൈൻ ചെയ്തെടുക്കുക. കാണാനാണെങ്കിൽ നല്ലൊരു ഭംഗി ഉണ്ടാകും. ചുമ്മാ ഇതുപോലെ ലൈൻസ് ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ നല്ല ഡിസൈൻ ആയിട്ട് കിട്ടും. നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കുമ്പോൾ നല്ലൊരു ഡിസൈൻ ആയിട്ട് കിട്ടും. ഇനി ഇത് നമുക്ക് ഫ്രിഡ്ജിനകത്ത് വെച്ച് ഒരു മണിക്കൂറൊക്കെ വെച്ചാൽ മതി. അപ്പോഴത്തേക്കും ഇത് നല്ല സെറ്റായി കിട്ടും. ഇനി ഫ്രിഡ്ജിനകത്ത് വെക്കുന്നില്ല എന്നാണെങ്കിൽ പുറത്ത് തന്നെ വെച്ചാൽ മതി. ഒരു മണിക്കൂർ 1.5 മണിക്കൂർ കഴിയുമ്പോൾ റൂം ടെമ്പറേച്ചറിൽ തന്നെ ഇതൊന്ന് സെറ്റ് ചെയ്ത് കിട്ടും. നമ്മൾ ചൈന ഗ്രാസ് ഒക്കെ ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ. അപ്പോൾ 1 മണിക്കൂറിന് ശേഷം ഞാനൊന്ന് കാണിച്ചു തരാം. അപ്പോൾ കറക്റ്റ് 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ പുഡിംഗ് നല്ല സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു പീസ് ഞാനൊന്ന് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തിട്ടാണുള്ളത്. നമ്മുടെ ഈ മുകൾ ഭാഗത്തെ കളർ വെച്ച് ചെയ്തത് കൊണ്ട് തന്നെ ഇതുപോലെ നല്ല ഡിസൈൻ ആയിട്ട് കിട്ടും. അപ്പോൾ ശരിക്കും പാർട്ടികളിലൊക്കെ നമ്മൾ സെർവ് ചെയ്യാൻ ശരിക്കും നല്ല സ്പെഷ്യൽ ആയിട്ടുള്ളതും വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്ന ഒരു ബ്രെഡ് പുഡിംഗ് ആണിത്. അപ്പോൾ ക്രിസ്മസിനൊക്കെ എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. നല്ല സിമ്പിളാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ ഇനി നല്ലൊരു വെറൈറ്റി ഡിഷായി കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ ബൈ.